CMRL എസ്ലാലോജിക്കൽ സാമ്പത്തിക ഇടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉടൻ അറസ്റ്റ് ചെയ്തേക്കുമെന്ന അതീവ നിർണായകമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ വസതിയിലടക്കം നടന്ന നാടകീയമായ മിന്നൽ പരിശോധനകൾക്ക് പിന്നാലെ വീണയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ വേഗത്തിൽ നീങ്ങുന്നു എന്നാണ് ഡൽഹിയിൽ നിന്നുള്ള ഉന്നത വൃത്തങ്ങൾ നൽകുന്ന സൂചന. അന്വേഷണം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലായി കിടന്നിരുന്ന 18.36 കോടിയോളം രൂപ ഇഡിക്ക് ഇതിനകം മരവിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 242ഓളം ബാങ്ക് അക്കൗണ്ടുകളാണ് കേന്ദ്ര ഏജൻസി ഒരൊറ്റ നീക്കത്തിൽ ലോക്ക് ചെയ്തിരിക്കുന്നത്. ഈ അക്കൗണ്ടുകളിലൂടെയുള്ള കോടികളുടെ പണമിടപാടുകളുടെ ഉറവിടവും വിനിയോഗവും വ്യക്തമാക്കുന്ന രേഖകൾ ഇഡി അതീവ രഹസ്യമായി വിശകലനം ചെയ്തു വരികയാണ്. ഈ പശ്ചാത്തലത്തിൽ ഇഡിയുടെ അടുത്ത നീക്കം ചോദ്യം ചെയ്യലിനായുള്ള കസ്റ്റഡിയിലെടുക്കലോ അതല്ലെങ്കിൽ നേരിട്ടുള്ള അറസ്റ്റോ ആകാനാണ് സാധ്യത എന്നാണ് നിയമവിദഗ്ധർ വിലയിരുത്തുന്നത്. അറസ്റ്റ് തടയുന്നതിനായി വീണ വരും ദിവസങ്ങളിൽ കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിച്ചേക്കാം എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരം. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഇഡി ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ അതീവ ഗുരുതരമായതിനാൽ മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിക്കുന്നത് അനിവാര്യമാണെന്ന നിയമോപദേശം എസ്ലാലോജിക്കൽ അധികൃതന് മുന്നോട്ട് വെക്കുന്നുണ്ട്. അവർക്കും നിയമോപദേശം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ മുൻകൂർ ജാമ്യാപേക്ഷയെ ശക്തമായി ചെറുക്കാനും കൃത്യമായ ഡിജിറ്റൽ തെളിവുകൾ നിരത്തി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുമാണ് ഇഡിയുടെ നീക്കം. ഹൈക്കോടതിയിൽ നിന്ന് മുമ്പ് ലഭിച്ചിരുന്ന താത്കാലിക ആശ്വാസങ്ങൾ നീങ്ങിയതോടെയാണ് ഇഡിക്ക് മുന്നിൽ ഇനി നിയമപരമായ തടസ്സങ്ങൾ ഒന്നുമില്ല എന്ന് വ്യക്തമായത്. ഒരു വിവര സാങ്കേതിക വിദ്യ സംബന്ധിച്ച കൺസൾട്ടൻസി സേവനം നൽകാതെ CMRL നിന്നും 2.78 കോടി രൂപ എസ്ലാലോജിക്കൽ കൈപ്പറ്റിയതും മറ്റ് ഉപകമ്പനികളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വായ്പയായി വാങ്ങിയതുമെല്ലാം കള്ളപ്പണത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് ഇഡി ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ 182 കോടിയോളം രൂപ CMRL വ്യാജമായി പിൻവലിച്ച് വിവിധ വ്യക്തികൾക്ക് നൽകിയെന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കണ്ടെത്തൽ കൂടി ഇഡിയുടെ മുന്നിലുണ്ട്. ഇതോടെ ഏത് നിമിഷവും അറസ്റ്റ് ഉണ്ടായേക്കാമെന്ന ഭീതിയിലാണ് CPM ക്യാമ്പ്. വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാമെന്ന അതീവ ഭീതിജനകമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കേരളത്തിലെയും കർണാടകയിലെയും 10ഓളം പ്രമുഖ കേന്ദ്രങ്ങളിലാണ് ഒരേ സമയം ഇഡി സംഘം പരിശോധന നടത്തിയത്. കോട്ടയം, എറണാകുളം, കണ്ണൂർ, തിരുവനന്തപുരം, ബംഗളൂർ എന്നിവിടങ്ങളിലെ ഓഫീസുകളിലും ഉന്നതരുടെ വസതികളിലുമാണ് ഇഡി ഒരേ സമയം റെയ്ഡ് നടത്താനായി ഇരച്ചു കയറിയത്. CMRL എന്ന പൊതു ലിസ്റ്റഡ് കമ്പനിയുടെ മറവിൽ നടന്ന കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ക്രമക്കേടുകളും കള്ളപ്പണം വെളുപ്പിക്കുന്ന അതീവ ഗുരുതരമായ ആരോപണങ്ങളെ സാധൂകരിക്കുന്ന തെളിവുകൾ ശേഖരിക്കാനാണ് ഈ വിപുലമായ പരിശോധന നടന്നതെന്നാണ് ഇഡി വ്യക്തമാക്കുന്നത്. CMRLന്റെ സാമ്പത്തിക ഇടപാടുകൾ വർഷങ്ങളായി സംശയിക്കുന്നതിന്റെ അല്ലെങ്കിൽ വർഷങ്ങളായി ഒരു സംശയത്തിന്റെ നിഴലിലായിരുന്നു. പൊതുജനങ്ങൾക്ക് 48.75% സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ KSIDCക്ക് 13.41% ഓഹരി പങ്കാളിത്തമുള്ള ഒരു കമ്പനിയാണിത്. എന്നാൽ പൊതുപണത്തിന്മേൽ കൃത്യമായ മേൽനോട്ടം വഹിക്കേണ്ട ഈ സ്ഥാപനത്തിൽ 130 കോടിയോളം രൂപയുടെ വ്യാജ ചെലവുകൾ കാണിച്ചതായി മുമ്പ് ആദായനികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നു. ഈ തുക കമ്പനി ഉദ്യോഗസ്ഥർ തന്നെ പിന്നീട് ആദായനികുതി സെറ്റിൽമെന്റ് കമ്മീഷന് മുന്നിൽ സമ്മതിച്ചതുമാണ്. ഉന്നതർക്ക് കൈക്കൂലിയായി നൽകാനാണ് ഈ വ്യാജ അക്കൗണ്ടുകൾ ചമച്ചതെന്ന കണ്ടെത്തലാണ് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കണ്ടെത്തലുകൾ പ്രകാരം കമ്പനിയിൽ നടന്നിരിക്കുന്നത് സങ്കല്പിക്കാൻ കഴിയാത്തത്ര വലിയൊരു കോർപ്പറേറ്റ് തട്ടിപ്പുകളാണ്. കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായ ശശീന്ദ്രൻ കർത്തയും മകൻ ശരൺ കർത്തയും ചേർന്ന് മാത്രം ഡിവിഡന്റ് നൽകാതെ 30.63 കോടി രൂപ കൈപ്പറ്റിയതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിലും ഞെട്ടിക്കുന്നത് കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ 182 കോടിയോളം രൂപ കമ്പനിയിൽ നിന്ന് വ്യാജമായി പിൻവലിച്ച് വിവിധ വ്യക്തികൾക്ക് കൈക്കൂലി നൽകാൻ ഉപയോഗിച്ചു എന്ന ആരോപണമാണ്. തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം കണ്ടെത്തലുകൾ ഭരണകക്ഷിയായ CPMനെ പ്രതിരോധത്തിലാക്കുകയാണ്. കേന്ദ്ര ഏജൻസികൾ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുകയാണെന്നും സ്ഥിരം പ്രതിരോധം അല്ലെങ്കിൽ സ്ഥിരം ക്യാപ്സൂൾ പാർട്ടി ഉയർത്തുന്നുണ്ടെങ്കിലും കോടതികളിൽ നിന്ന് തുടർച്ചയായി തിരിച്ചടികൾ നേരിടുന്നത് പാർട്ടിയുടെ വിശ്വാസ്യതയ്ക്ക് വലിയൊരു മങ്ങലേൽപ്പിക്കുന്നുണ്ട്.